മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തെ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്യം എന്താണെന്നും ദൈവഹിതമാണോ എന്നും നല്ലതുപോലെ ആലോചിക്കണം. ലോത്തിൻ്റേതുപോലെ ഭൗതിക സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാകരുത് നമ്മുടെ യാത്രകൾ. അതെല്ലാം ലോത്തിന് നഷ്ടമാകുന്നുണ്ട് 19-ാം അധ്യായത്തിൽ. ഈ ലോകം മാത്രം മതിയെന്ന അവസ്ഥയിൽ ജീവിക്കുന്ന സമയത്താണ് കണ്ണിമിക്കുന്ന വേഗത്തിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ദൈവത്തിലായിരിക്കണം. മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലോത്തിൻ്റെ നാളുകളിലെ പോലെ ആയിരിക്കും നമ്മുടെ നോട്ടം. കർത്താവിങ്കിലേക്കായിരിക്കണം. കർത്താവിങ്കിലേക്ക് നോക്കുന്നവർ എടുക്കപ്പെടും. ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ പിന്തിരിഞ്ഞു നോക്കിയവർ ഉപ്പുതൂണായി മാറുകയും ചെയ്യും. നാം ജീവിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി ആയിരിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷ.